കമ്മിറ്റിയായി, അമ്പലം കമ്മിറ്റിയായി. പിരിവാണെങ്കിലേ വല്ലോ 10-50 എഴുതിയാ മതി. പോരാ പോരാ പോരാ, ഒരു 3 ലക്ഷം തികച്ചെടുത്തോ. ഇത് പിരിവല്ല, പണയം, സ്വർണ്ണ പണയം. സ്വർണ്ണ ആരുടെയാ? സ്വന്തം ഭാര്യയുടെ. എന്താ വിശ്വാസമില്ലേ അച്ചോ? സ്വന്തം ഭാര്യയുടെ സ്വന്തം സ്വർണം, 24 ക്യാരറ്റാ. അച്ചേച്ചി, അയ്യോ രമേശേട്ടാ, ചാരു. ചാരു ഇവളെന്താ ഇവിടെ? നാശം. എന്താ ഇവിടെ? അത് പിന്നെ മോളെ, ഈ മാലയൊന്ന് പൊട്ടി, അത് വിളക്കാൻ വേണ്ടി വന്നതാ. ബാങ്കിലോ? അത് തട്ടാന്റെ അടുത്തേക്കല്ലേ പോണ്ടത്? അതൊന്നുമല്ല ചാരു, കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഇലക്ഷന്റെ സീറ്റ് പിടിക്കാനാ, അതിനു വേണ്ടി പണയം വെക്കാൻ വന്നതാ. അതിന് താലിമാല കൊണ്ടൊന്ന് പണയം വെക്കുന്ന എന്തിനാ? മാമനോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിത് എത്ര പറഞ്ഞതാ, നിന്റെ ചേച്ചി കേക്കണ്ടേ? ചേച്ചിക്കൊന്ന് ചോദിക്കായിരുന്നില്ലേ മാമനോട്? അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. 1 രൂപ പോലും ഇങ്ങനെക്കിനി കൊടുക്കില്ലെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യം മനസ്സിലാക്കിയാ മാമൻ തരാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങക്ക് പേടിയാണെങ്കിൽ ഞാൻ ചോദിക്കാം. വേണ്ട ചാരു, കുഴപ്പാവും. ഞാൻ ചോദിക്കാന്നേ. ചാരു, നീ എന്താ പറയണേ? അവള് ചോദിക്കാന്ന് പറഞ്ഞാല് പിന്നെന്താ? ചാരു പറഞ്ഞ തരാതിരിക്കില്ല. ഇപ്പൊ എങ്ങനെ കടയൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ഓ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹലോ ഹലോ മാമ. എന്താ മോളെ? അത് അച്ചുചേച്ചി രമേശ് ചേട്ടനെ ഞാനിപ്പോ ഈ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു. ആണോ? ഓ, വല്ല സാധനവും വാങ്ങിക്കാൻ വേണ്ടി വന്നായിരിക്കും. അവൻ എന്റെ പേരിൽ കടം പറ്റുന്നുണ്ടോന്ന് നോക്കണേ. അല്ല, അവരിപ്പോ എവിടെയാ ഉള്ളത്? നമ്മുടെ മേരി ചേച്ചിയുടെ കടയിൽ നിൽക്കുവാ. ഏത് കടത്തിൽ? മേരിയോ? ആ. അവിടെ എന്താ? അച്ചുചേച്ചിയുടെ മാല പണയം വെക്കാൻ വന്നതാ. ഇലക്ഷന് സീറ്റ് മേടിക്കാനെന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഇലക്ഷന് സീറ്റ് മേടിക്കാൻ വേണ്ടിട്ട് പൈസ വേണമെന്ന്, അതിനു വേണ്ടി വന്നതാ. മാമൻ ഒന്ന് സഹായിച്ചിരുന്നെങ്കില്. സഹായിക്കാനോ? ആ, അവരോട് പോരുതെന്ന് പറ, ഞാൻ സഹായിക്കാം. ശരി മാമ. മാമൻ എന്താ പറഞ്ഞത്? മാമൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആണോ? എടി നീ വന്നേ. എന്താ? ഇങ്ങ് വരാൻ. അതിങ്ങതാ. ഭാര്യയുടെ താലി പണയം വെക്കാൻ നിനക്ക് നാണമില്ലടാ? പോയി പണി ജീവിക്കടാ. അയ്യോ, ഇങ്ങനെ വിറ്റും പണയം വെച്ചും നീ എത്ര കാലം ജീവിക്കും? അച്ഛൻ എന്റെ രമേശേട്ടനെ തല്ലിയല്ലേ? ആദ്യം തല്ലേണ്ടത് നിന്നെയാ. നീ അവനെ വഷളാക്കുന്നു. മേല എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇല്ല മാമ. വാടി ഇങ്ങോട്ട്. നോക്കി നിക്കവിടെ. ഇനി ഇവളുടെ ദേഹത്ത് നിന്ന് ഒരു തരി സ്വർണം കുറഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടിക്കളി. വാടി വാടി നോക്കി നിൽക്കുക. ഇതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. സോറി കേട്ടോ. തന്തയുടെ തല്ലു വാങ്ങാൻ. ബാലമാമ എന്തായാലും തല്ലുണ്ടായിരുന്നു. തല്ലുമല്ല, അവനെ കൊല്ലുക വേണ്ടത്. മോളുവാ. അമ്മേ, അമ്മേ. എന്താടി? എന്താ? അല്ല, നീ എന്തിനാ കരയുന്നേ? രമേശൻ വന്നില്ലേ? എന്നെ റോഡിലിറക്കി വിട്ടിട്ട് രമേശേട്ടൻ പോയി. അതെന്താ അവൻ വീട്ടിൽ കയറാഞ്ഞേ? എടി, എന്തിനാ കരയുന്നെന്ന് പറയാങ്ങോട്ടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലമ്മ. പിന്നെ നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? തല്ലിയമ്മ. ആര്? ആ പാവത്തിനെ അച്ഛനും മുച്ചാലും തല്ലി. അയ്യോ, എങ്ങനെ? കുറച്ച് കാശിന് ആവശ്യം വന്നപ്പോ രമേശേട്ടൻ എന്നെ മാല ഒരു പണയം വെക്കാൻ പോയി. അതിനെന്തിനടി തല്ലുന്നെന്ന് പറ. ഞങ്ങള് ബാഗിൽ ചെന്നപ്പോ ചാര അതുവഴി വന്നു.
ചാരു എന്തിന് ഏ? ആ, അപ്പൊ അവള് മാമച്ചാരെ വിളിച്ച് ഏരി കയറ്റി കാണും. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചതമ്മേ, പക്ഷെ അച്ഛന് ദേഷ്യം വന്നു. എടി, ഒരു സഹായത്തിനും ആയിരിക്കില്ല അവള് വിളിച്ചത്. എടി, നിനക്കൊന്നും ചാരുവിനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അവളെ വെറും പാരയല്ല, കൊട്ടപ്പാരയാ. മനഃപൂർവ്വം വിളിച്ചു വരുത്തി രമേശിനെ തല്ലു കൊള്ളിച്ചത് തന്നെയാ. അത് എനിക്ക് ഉറപ്പാ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ കൊച്ചിനെ തല്ലി നാണം കെടുത്തിയല്ലോ ദൈവമേ. എങ്ങനെ അവൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? എങ്ങനെ ഓട്ടി നോക്കിയോടി? ആ വരുന്നടി, തല്ലുമൊക്കെ കഴിഞ്ഞ് ബാലം കൊണ്ട. എന്താ മോളെ, എരിവും പുളിയൊക്കെ ചേർത്ത് നല്ലോണം പറഞ്ഞു കൊടുത്തോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ കൈ എന്താ കുരു ഒരുക്കുന്നുണ്ടോ? ആദ്യം നിങ്ങൾ എന്നെ തല്ലാൻ വന്നു, ഇപ്പതേ ഒരു പാവപ്പെട്ട ചെറുക്കന്റെ കരണം തല്ലി പൊടിച്ചിട്ട് വന്നിരിക്കുക. അവനെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ നിങ്ങളുടെ വിചാരം? എടീ, ചൊല്ലിയും തല്ലിയും വളർത്താത്തന്റെ ദോഷമായതൊക്കെ. ഓ, അവന് മാത്രമല്ല നിനക്കും അതുണ്ട്. അവന്റെ കയ്യിലിരിപ്പിനെ തല്ലുകയല്ല, തല്ലി കൊല്ലുക വേണ്ടത്. മാമനെ വിളിച്ച് അവൾ അങ്ങനെ ആയിരിക്കും ഉപദേശിച്ചതല്ലേ? എന്തായാലും കൊള്ളാം. ഒരുത്തി തല്ലാൻ വിളിച്ചു പറയുന്നു, അതും കേട്ട് മാമൻ മുണ്ടും മടക്കി കൊത്തി കൊല്ലാൻ ഇറങ്ങുന്നു. ആരും അച്ഛനെ വിളിച്ചതുകൊണ്ടാ എല്ലാ കുഴപ്പത്തിനും കാരണം. അതുകൊണ്ട് ഇപ്പൊ എന്താ, മോൾക്ക് കെട്ടുതാലി തിരികെ കിട്ടിയില്ലേ? അല്ലെങ്കിലേ ഇത് ബ്ലേഡുകാർ കൊണ്ടുപോയനെ. അവള് കളിച്ച് കളിച്ച് എന്റെ ജീവിതത്തിൽ കയറി കളിച്ചോണ്ടിരിക്കുക. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചാരു, എടി ചാരു, ചാരു, എടി ചാരു. എന്താ ഇറക്കി വിടടി അവളെ ഇങ്ങോട്ട്. ഇന്നത്തോടെ അവളെ നെകളിപ്പും വിളച്ചിലും ഞാൻ തീർക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുറച്ച് മാനവും മര്യാദയും വേണം. എന്താ നിന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ ചെന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചിറക്കി വിട്. എടി ചാരു, ഡേയ് ഒന്നിറങ്ങി വന്നേ. ദേ നിന്നെ കാണാൻ നിന്റെ കുമ്മായി വന്ന് നിൽക്കുന്നു. ചെല്ല്, കുറച്ച് മനസമാധാനം വേണമെന്ന്. ഇറങ്ങി വാടി. അമ്മായി എന്താ കയറിയിരിക്കാത്ത? അയ്യോ, കയറിയിരിക്കാൻ പറ്റിയൊരു വീട്. അല്ല, നീ എന്താ വിളിച്ചേ? അമ്മായിയോ? ആരാടി നിന്റെ അമ്മായി? നിനക്ക് എന്തിന്റെ കേടാടി? മാമാ കൂമാന്ന് വിളിച്ച് പുറകെ നടന്ന് വല്ല നക്കാപ്പിച്ച മേടിച്ച് വന്ന വഴിക്ക് പൊക്കോണം. മനസ്സിലായോടി? അല്ലാതെ എന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരരുത്.